ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിനുള്ളൊരു സൈഡ് ഡിഷാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ദോശയും ഇഡലിയൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉള്ളി ചമ്മന്തിയാണിത്. അപ്പോൾ ഈ ഒരു ഉള്ളി ചമ്മന്തി അല്ലെങ്കിൽ ഉള്ളി ചട്നി എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 2 സവോള നീളത്തിൽ കനം കുറച്ച് മുറിച്ചിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കുക കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ വഴറ്റിയെടുക്കാനായിട്ടാണ് നമ്മൾ നീളത്തിൽ കനം കുറച്ച് തന്നെ മുറിച്ചെടുക്കുന്നത്. തിക്കായിട്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ വഴന്ന് വരാൻ സമയം കൂടുതലെടുക്കും. അതുപോലെ തന്നെ ഒരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളി ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സവോള ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ബാക്കി ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയാം. ഞാനിപ്പോൾ സവോള വഴറ്റാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. കുറച്ച് വെളിച്ചെണ്ണ വേണം. നമ്മുടെ 2 സവോള ഉണ്ടല്ലോ, മീഡിയം വലിപ്പത്തിലുള്ള സവോളയാണെങ്കിൽ 2 സവോള എടുക്കുക, ചെറിയ സവോളയാണെങ്കിൽ 3 എടുക്കുക. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത്രയും സവോള ഉണ്ടെങ്കിലും വഴന്ന് വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി എടുക്കുന്നത്. ഇനി സവോളയിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം. ഇനി നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 ഏലക്ക, 1 പീസ് പട്ട, 2-3 ഗ്രാമ്പു, അതുപോലെ ഒരു 4-5 കുരുമുളക് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവോളയിലേക്ക് ആ മസാലയുടെ ഫ്ലേവർ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ചേർക്കുന്നത് ഈ സ്പൈസസ് ഒക്കെ. ഇനി സവോള ഒന്ന് ബ്രൗൺ കളറായി വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാം. ഡാർക്ക് ബ്രൗൺ ആയി പോകണ്ട, ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ ആയി തുടങ്ങാം. അപ്പോൾ നമുക്ക് അടുത്തടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ചതച്ചതിന് ശേഷം അത് ചേർത്ത് കൊടുക്കാം. ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 3 അല്ലി വെളുത്തുള്ളിയും ചതച്ചതിന് ശേഷം അത് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. അധികം സമയം എടുക്കില്ല സവാള കുക്കായി വരാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ്. പെരിഞ്ജീരകം പൊടിച്ചത് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ സ്പൈസസ് ചേർക്കില്ലേ, അപ്പോൾ പെരിഞ്ജീരകവും കൂടി ചേർക്കാം കേട്ടോ, 1/2 ടീസ്പൂൺ. അപ്പോൾ ഇനി നമുക്കിതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. പൊടികൾ ചേർത്ത് കഴിഞ്ഞിട്ടാണ് ഫ്ലെയിം ഓൺ ചെയ്തത്, ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ഈ സമയത്ത് തന്നെ നമ്മുടെ തക്കാളിയും സവോളയുടെ മിക്സും ചേർത്ത് ഒന്ന് വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടായി വന്ന് ഈ പൊടികളുടെ റോ ടേസ്റ്റ് ഒന്ന് മാറി വന്നു കഴിയുമ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് നമ്മൾ കുരുമുളക് ചേർത്തിട്ടുണ്ടല്ലോ, ആ കുരുമുളകൊക്കെ നമ്മൾ അരയ്ക്കാൻ എടുക്കുമ്പോൾ കുറച്ച് അതിലേക്ക് ചേർന്ന് അരഞ്ഞു വന്നോളൂ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്തത്. ഒരുപാട് മുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ എരിവ് കൂടിപ്പോവും. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊടികളെല്ലാം കുക്കായി വരും. അതിനുശേഷം നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. നന്നായിട്ട് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ സ്മെല്ലൊന്ന് പോയി കിട്ടണം കേട്ടോ. അത് നന്നായിട്ട് കുക്കായി വരണം. അതുപോലെ തന്നെ നമ്മുടെ പൊടികൾ നന്നായിട്ട് കുക്കായി വരണം. പിന്നെ ഈ പട്ടയുടെ പീസും ഏലക്കയൊക്കെ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ എടുത്ത് മാറ്റാവുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാം ഫ്ലേവർ നമ്മുടെ സവോളയിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. അത് കടിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റാം. ആ ഒരു ഫ്ലേവർ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിന് പകരം ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് തന്നെയാണ് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ ഗ്രേവിയുടെ കളറൊന്ന് മാറി വരുന്നുണ്ട്. ഇനി ഇത് തിളച്ച് കുറുകി ആ തക്കാളിയൊക്കെ കുക്കായി വരുമ്പോൾ വീണ്ടും കളർ മാറി വരും. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം
കുക്കാവണം എന്നുള്ളതനുസരിച്ച്, ഗ്രേവിയുടെ തിക്നെസ് വേണം എന്നുള്ളതനുസരിച്ച് വെള്ളം ചേർക്കുക. കൂടുതൽ വെള്ളം ചേർത്ത് കുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സവോളയൊക്കെ കൂടുതലൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്, ഒരു 1/2 കപ്പും കൂടി വെള്ളം ചേർക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്യാൻ വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വഴറ്റിയെടുത്ത സവോള നന്നായിട്ട് കുക്കായി വരണം, അതിനാണ് നമ്മൾ കൂടുതൽ വെള്ളം ചേർക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഇതിനിടയിൽ നമുക്ക് ഇനിയും 1-2 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ ഏലക്കയൊക്കെ ഇതിൽ കിടക്കുന്നത്, ഏലക്ക ഈ സമയത്താണെങ്കിലും എടുത്ത് മാറ്റിയാൽ മതി, മാറ്റണം എന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഏലക്ക അതിൽ തന്നെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്ന് തിളച്ച് കുറുകി കഴിയുമ്പോൾ ഉപ്പ് ചെക്ക് ചെയ്യാം. ഇപ്പോഴും ഉപ്പ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഉപ്പ് കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടുതലാണ്, അപ്പോൾ ഉപ്പ് ഇതനുസരിച്ച് നമ്മൾ ചേർക്കുമ്പോൾ കൂടിപ്പോവും. അതുകൊണ്ട് വെള്ളം വറ്റിയതിന് ശേഷം മാത്രം ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോകാൻ സാധ്യതയുണ്ട്, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തിളച്ച് കുറുകി വരുമ്പോൾ നമ്മുടെ ഗ്രേവിയുടെ കളർ വ്യത്യാസം വരും കേട്ടോ. ഇപ്പോൾ ഉള്ള കളറായിരിക്കില്ല, കുറച്ചുകൂടി ഒന്ന് കളർ മാറും. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു നല്ല റെഡ് ഷെയ്ഡ് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു ഓറഞ്ച് ഷെയ്ഡേ കിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇടയ്ക്ക് കുറച്ച് വീട്ടിൽ കരുതുകയാണെങ്കിൽ നമ്മുടെ പല കറികൾക്കും ചേർക്കാൻ പറ്റും. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ വാങ്ങിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പല കറികളിലും ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്കിനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്നിയുടെ കളറൊക്കെ മാറി, ഇത് കണ്ടോ നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ഒരു പീസ് ശർക്കര ചേർക്കാം, ചെറിയൊരു പീസ് ശർക്കര. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തക്കാളിയുടെ പുളിയും അതുപോലെ തന്നെ ആ മുളക് പൊടിയുടെ ഒരു കുത്തലൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് മാറി കിട്ടാനാണ് നമ്മൾ ഇതുപോലെ ഒരു ചെറിയ പീസ് ശർക്കര ചേർക്കുന്നത്. ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാം കേട്ടോ, 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് വ്യത്യാസം വരുത്താം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മല്ലിയിലയാണ്. മല്ലിയില നമുക്ക് സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ചേർക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ മസാല ഫ്ലേവറുള്ള ഓണിയൻ ചട്നി റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്ക് ദോശയുടെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെയാണ് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ. പിന്നെ അപ്പത്തിൻ്റെയോ ചപ്പാത്തിയുടെയോ കൂടെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഇഡ്ഡലിയുടെ കൂടെയാണ്, ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ നല്ലൊരു സൈഡ് ഡിഷാണ്. തക്കാളിയുടെ ഒരു ടേസ്റ്റും സവോളയുടെ ടേസ്റ്റും മസാല ടേസ്റ്റും എല്ലാം വരുമ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പില ചേർക്കാം, പക്ഷെ മല്ലിയിലയാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ചട്നി റെഡിയായി. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. ചൂട് മാറിയതിന് ശേഷം എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക, നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാം. അങ്ങനെ ഒരാഴ്ച വരെ സൂക്ഷിച്ച് വെക്കാവുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഒരാഴ്ച വരെ ഇരിക്കും എന്ന് പറഞ്ഞത്. പുറമേ വയ്ക്കരുത് കേട്ടോ, ഒരു ദിവസം പോലും നമ്മൾ ഫ്രിഡ്ജിലല്ലാതെ വയ്ക്കരുത്. ഒരു ദിവസം ഇപ്പോൾ നമ്മൾ രാവിലെ റെഡിയാക്കുകയാണെങ്കിൽ വൈകിട്ടാകുമ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക. ചൂടൊക്കെ നന്നായിട്ട് മാറി കഴിയുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക. അതിനുശേഷം ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കുക. ബാച്ചിലേഴ്സിനാണെങ്കിലും വീട്ടമ്മമാർക്കാണെങ്കിലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും ഈസി റെസിപ്പി അല്ലേ. ഒരു 2 സവോള ഉണ്ടെങ്കിൽ നമുക്ക് ചട്നി വേഗം റെഡിയാക്കാം. ഇഡ്ഡലി ആണെങ്കിലും ദോശയാണെങ്കിലും ഒക്കെ രാത്രി ഡിന്നറിനോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് പലരും കമൻറ്റ് ചെയ്യാറുണ്ട്, ബ്രേക്ക്ഫാസ്റ്റിനുള്ള റെസിപ്പികൾ ചെയ്യൂ, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സൈഡ് ഡിഷ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊരു വളരെ ഈസി ആയിട്ടുള്ള സൈഡ് ഡിഷാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.